Welcome to Forward Steps Vlogs. This is the first part of previous questions and answers related to Kerala Service Rules exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. ഓരോ വർഷവും ഡാഷ് മാസത്തിലാണ് ഓഫീസ് മേധാവി സേവന പുസ്തക പരിശോധന നടത്തേണ്ടത്? ഉത്തരം ഏപ്രിൽ മാസത്തിൽ. ഒരു സ്ഥലത്ത് 12 മണിക്കൂറുള്ള താമസത്തിന് അനുവദിക്കാവുന്ന ദിനബത്തയുടെ നിരക്ക്? ഉത്തരം 2/1. നിയമാനുസൃതമായ പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യ സേവന കാലം? ഉത്തരം 10 വർഷം. യോഗ്യ സേവന കാലത്തിന് മുമ്പുള്ള പ്രൊബേഷൻ കാലയളവ് പെൻഷൻ കണക്കാക്കുന്നതിനുള്ള യോഗ്യകാലമാണ്. ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം റൂൾ 16 പാർട്ട് 3 കേരള സർവീസ് റൂൾസ്. ഗർഭം അലസിപ്പോയതിന് വനിതാ ജീവനക്കാരിക്ക് അനുവദിക്കുന്ന അവധി ഒരു സമയത്ത് ഡാഷ് ആഴ്ചയിൽ അധികമാകാൻ പാടില്ല? ഉത്തരം 6 ആഴ്ചയിലധികം. ഒരു വനിതാ പെൻഷനർ 1/6/2021 മരണപ്പെട്ടു. അവരുടെ ഭർത്താവിന് എന്നു മുതലാണ് കുടുംബ പെൻഷൻ ലഭിക്കുക? ഉത്തരം 1/7/2021 മുതൽ. 10/2/2022 തുടങ്ങി ഒരു മാസം അവസാനിക്കുന്ന തീയതി? ഉത്തരം ഇതൊന്നുമല്ല. ഒരു സ്ഥലത്തെ താമസത്തിന് ആദ്യത്തെ 10 ദിവസത്തിന് ശേഷമുള്ള 10 ദിവസത്തിന് അനുവദിക്കുന്ന ദിനബത്തയുടെ നിരക്ക്? ഉത്തരം 3/4. അർദ്ധവേതനാവധി കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാനം? ഉത്തരം പൂർത്തീകരിച്ച സേവന വർഷം. സാധാരണ നിലയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടേഷനിൽ തുടരാവുന്ന പരമാവധി കാലയളവ്? ഉത്തരം 5 വർഷം. ഉദ്യോഗ കയറ്റം ലഭിച്ച ഒരു ജീവനക്കാരന്റെ പ്രവേശന കാലയളവിലെ ശമ്പളം? ഉത്തരം പഴയ തസ്തികയിലെ ശമ്പളം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് യാത്രാബത്തയായി പരിഗണിക്കാത്തത്? ഉത്തരം ഡിയർനെസ് അലവൻസ്. 30/6/2022 സേവനത്തിൽ നിന്ന് വിരമിച്ച ഒരു ജീവനക്കാരൻ 2022 ജൂലൈ മാസത്തെ പെൻഷന് അർഹത വരുന്ന തീയതി? ഉത്തരം 1/7/2022. ഡയസ് നോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ശൂന്യദിനം. ശരാശരി വേതനം കണക്കാക്കുന്നത് അവസാനത്തെ എത്ര മാസത്തെ ശമ്പളം പരിഗണിച്ചാണ്? ഉത്തരം 10 മാസത്തെ. ശമ്പള സ്കെയിലുകൾ സമാനമാണെന്ന് പറയുന്നത്? ഉത്തരം ശമ്പള സ്കെയിലുകളിലെ പരമാവധി തുക, പ്രാരംഭ തുക, ഇൻക്രിമെന്റ് നിരക്ക് എന്നിവ അഭിന്നമാകുന്ന പക്ഷം? പുനർനിയമനം ലഭിച്ച ഒരു പെൻഷനറുടെ ശമ്പളം നിശ്ചയിക്കുന്നത്? ഉത്തരം കേരള സർവീസ് റൂൾ പാർട്ട് 3 റൂൾ 100. ഏതെങ്കിലും ഒരാളിന് കേരള സർവീസ് റൂൾസ് ബാധകമാകുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുദിക്കുന്ന പക്ഷം അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? ഉത്തരം ഗവൺമെന്റ്. ഒരു ജീവനക്കാരന്റെ പിതൃത്വാവധിയുടെ പരിധി? ഉത്തരം ആകെ സേവനകാലത്ത് 2 തവണ.
പൊതു അവധി ദിനങ്ങൾ ഉൾപ്പെടെ ഒരു സമയത്ത് പ്രയോജനപ്പെടുത്താവുന്ന പരമാവധി ആകസ്മികാവധികളുടെ എണ്ണം. ഉത്തരം 15. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ആകെ സേവനകാലത്ത് അനുവദിക്കാവുന്ന പരമാവധി അനാർജികാവധിയുടെ എണ്ണം. ഉത്തരം 180 ദിവസം. സാധാരണ നിരക്കിലുള്ള കുടുംബ പെൻഷൻ. ഉത്തരം അവസാന ശമ്പളത്തിൻ്റെ 30%. ചാർജ് അലവൻസ് അനുവദിക്കാവുന്ന പരമാവധി കാലയളവ്. ഉത്തരം 3 മാസം. ആരാണ് ഒരു സർക്കാർ ജീവനക്കാരൻ്റെ രാജി സ്വീകരിക്കാൻ അധികാരപ്പെട്ടത്? ഉത്തരം നിയമനാധികാരി. വിരമിച്ച ഒരു ജീവനക്കാരന് വൈദ്യപരിശോധനയില്ലാതെ പെൻഷൻ കമ്മ്യൂട്ടേഷന് അപേക്ഷിക്കാവുന്ന കാലപരിധി. ഉത്തരം വിരമിച്ച 1 വർഷത്തിനകം. ഒരു ജീവനക്കാരന് 150 ദിവസത്തെ ആശുപത്രി അവധി അനുവദിക്കപ്പെട്ടു. ആദ്യത്തെ 120 ദിവസത്തേക്ക് അർഹതപ്പെട്ട അവധി വേതനം ഏത് നിരക്കിലാണ്? ഉത്തരം ആർജിതാവധി നിരക്കിൽ. 10/6/2021 പൂർവാഹനത്തിൽ സർക്കാർ സേവനത്തിൽ പ്രവേശിച്ച ഒരു ജീവനക്കാരൻ്റെ അർദ്ധവേതനാവധി അക്കൗണ്ടിൽ 9/6/2022 പൂർവാഹനത്തിലുണ്ടാകുന്ന പരമാവധി അർദ്ധവേതനാവധിയുടെ എണ്ണം. ഉത്തരം അർഹതയില്ല. ഏതാണ് സാധാരണ അവധിയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം പഠനാവധി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകൻ്റെ ജനനത്തീയതി 18/9/1966 ആണ്. അദ്ദേഹത്തിന് സൂപ്പർ ആനുവൻഷനിൽ തുടരാവുന്ന പരമാവധി കാലയളവ്. ഉത്തരം 31/3/2023. ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിൻ്റെ ജനറൽ റവന്യൂവിൽ നിന്നല്ലാതെ ലഭിക്കുന്ന പ്രതിഫലം. ഉത്തരം ഫീ. 1/7/2022 സേവനത്തിൽ പ്രവേശിച്ച ഒരു ജീവനക്കാരൻ നിലവിലുള്ള നിയമപ്രകാരം സേവനകാലത്താകെ പരമാവധി അനുവദിക്കാവുന്ന ശൂന്യവേതനാവധി. ഉത്തരം 5 വർഷം. കേരള സർവീസ് റൂൾസ് പാർട്ട് 1 ഏത് ചട്ടമാണ് ഒഫീഷ്യേറ്റിംഗ് ആയി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെ ഒഫീഷ്യേറ്റിംഗ് ആയി താഴ്ന്ന തസ്തികയിലേക്ക് നിയമിക്കുമ്പോൾ ശമ്പള നിയമനത്തിന് ബാധകമാകുന്നത്? ഉത്തരം 37B. യാത്രയിൽ താമസ സൗകര്യം മാത്രം സൗജന്യമായി ലഭിക്കുന്ന ഒരു ജീവനക്കാരന് അനുവദിക്കാവുന്ന ദിനഭത്യയുടെ നിരക്ക്. ഉത്തരം 2/3 ഭാഗം. നിർബന്ധിത വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് ഒരു ജീവനക്കാരന് എത്ര പ്രാവശ്യം യാത്രാബത്ത അനുവദിക്കാം? ഉത്തരം 2 പ്രാവശ്യം. 1/1/2010 സർക്കാർ സേവനത്തിൽ പ്രവേശിച്ച ഒരു ജീവനക്കാരൻ്റെ ആർജിതാവധി കണക്കിൽ 31/12/2021 ബാക്കി നിൽക്കുന്ന പരമാവധി ആർജിതാവധിയുടെ എണ്ണം. ഉത്തരം 300. കേരളത്തിൻ്റെ ജനറൽ റവന്യൂ എന്നാൽ? ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഓഫ് കേരള എന്നിവ. തന്നിരിക്കുന്ന വിശദാംശങ്ങളിൽ നിന്ന് 30/6/2022 വിരമിച്ച ഒരു ഓഫീസ് അറ്റൻഡന്റിന് അർഹതപ്പെട്ട പെൻഷൻ തുക കണക്കാക്കുക. ശരാശരി വേതനം 24,000 രൂപ. യോഗ്യ സേവനകാലം 20 വർഷം. ഉത്തരം 11,500 രൂപ. അനാർജിത അവധിയിലിരിക്കുന്ന ഒരു ജീവനക്കാരനെ വിരമിക്കാൻ അനുവദിച്ചാൽ വിരമിക്കലിൻ്റെ പ്രാബല്യം. ഉത്തരം അവധി ആരംഭിച്ച തീയതിയിൽ. തത്സമയ കർത്തവ്യങ്ങൾ മാത്രം നിർവഹിക്കുന്നതിന് ചാർജ് ലഭിച്ചാൽ ചാർജ് അലവൻസ് ലഭിക്കുന്നതിന് വേണ്ട ചുരുങ്ങിയ സേവന കാലയളവ്. ഉത്തരം 1 മാസം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലർക്കിൻ്റെ 1/6/2021 ശമ്പളം 31,200 രൂപയാണ്. സീനിയർ ക്ലർക്കായി മേൽപ്പറഞ്ഞ ശമ്പള സ്കെയിലിൽ
സ്ഥാനക്കയറ്റം ലഭിച്ച 10/12/2021 പൂർവാഹനത്തിൽ ജോലി പ്രവേശിച്ച ഇദ്ദേഹത്തിൻ്റെ ഉയർന്ന തസ്തികയിലെ ഇൻക്രിമെൻറ്റ് തീയതി ഡാഷ് ആയിരിക്കും? ഉത്തരം 1/12/2022. ഇവിടെ തന്നിരിക്കുന്ന ശമ്പള സ്കെയിലിൽ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് അനുവദിക്കേണ്ടി വന്നാൽ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റായി അനുവദിക്കാവുന്നത്. ഉത്തരം 2200 രൂപ. സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷന് വിധേയയാകുന്ന ഒരു വനിതാ ജീവനക്കാരിക്ക് അനുവദിക്കാവുന്ന പരമാവധി പ്രത്യേക ആകസ്മിക അവധി ഡാഷ് ദിവസത്തിൽ അധികമാകാൻ പാടില്ല. ഉത്തരം 14 ദിവസത്തിലധികം. ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗം വഹിക്കുന്ന തസ്തിക അപ്ഗ്രേഡ് ചെയ്തുവെങ്കിൽ ശമ്പളം ക്രമീകരിക്കുന്നത് ഏത് ചട്ടപ്രകാരമാണ്? ഉത്തരം റൂൾ 30 പാർട്ട് 1 KSR. സാമൂഹ്യനീതി വകുപ്പിലെ ഒരു സീനിയർ ക്ലർക്കിൻ്റെ യാത്രാബത്ത ബിൽ ഒപ്പുവയ്ക്കുന്നതിന് മുൻപായി ബില്ലിൻ്റെ സ്വീകാര്യത പരിശോധിക്കേണ്ടത്? ഉത്തരം നിയന്ത്രണ ഉദ്യോഗസ്ഥൻ. മലമ്പ്രദേശത്തെ ബത്ത ഏതിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഇതൊന്നുമല്ല. ഒരു ഉദ്യോഗസ്ഥന് പരിവർത്തിതാവധി അനുവദിക്കാവുന്നത്? ഉത്തരം 3 വർഷ സേവനം ഉണ്ടെങ്കിൽ. സാധാരണ നിലയിൽ മുൻകാല പ്രാബല്യത്തോടെ പരിവർത്തനം ചെയ്യാൻ പറ്റാത്ത അവധി? ഉത്തരം ആർജിതാവധി. 2 മാസത്തേക്ക് പ്രത്യേക അവശതാവധി അനുവദിക്കപ്പെട്ട ഒരു ജീവനക്കാരന് അർഹതപ്പെട്ട അവധി വേതനം? ഉത്തരം ആർജിതാവധി ശമ്പളം. 1/5/2022 മുതൽ 31/5/2022 വരെ പരിവർത്തിതാവധിയിലായിരുന്ന ഒരു ജീവനക്കാരൻ്റെ പ്രസ്തുത കാലയളവിലെ അവധി വേതനം ഏതിന് തുല്യമാണ്? ഉത്തരം ഡ്യൂട്ടി പേ പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് മറ്റ് അലവൻസുകൾ. നിലവിലുള്ള നിയമപ്രകാരം പൂർണ്ണ ശമ്പളത്തോടെ ഒരു വനിതാ ജീവനക്കാരിക്ക് അനുവദിക്കാവുന്ന പരമാവധി പ്രസവാവധി കാലയളവ്? ഉത്തരം 180 ദിവസം. 31/12/2021 സേവനത്തിൽ നിന്ന് വിരമിച്ച ഒരു ജീവനക്കാരൻ്റെ 1/1/2021 മുതലുള്ള അടിസ്ഥാന ശമ്പളം 51,400 രൂപയും 15/10/2021 മുതലുള്ള അടിസ്ഥാന ശമ്പളം 53,900 രൂപയുമാണെങ്കിൽ ശരാശരി വേതനം? ഉത്തരം 52,037 രൂപ 96 പൈസ. 29 വർഷവും 10 ദിവസവും യോഗ്യസേവന കാലമുള്ള 53 വയസ്സായ ഒരു ഡെപ്യൂട്ടി കളക്ടർക്ക് 31/7/2022 തീയതി പ്രാബല്യത്തിൽ ഇൻവാലിഡ് പെൻഷൻ അനുവദിച്ചു. സേവനകാലത്തോടൊപ്പം അയാൾക്ക് അനുവദിക്കാവുന്ന സർവീസ് വെയിറ്റേജ്? ഉത്തരം അർഹതയില്ല. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതയിൽ നിന്ന് 1/1/2020 ഒരു ജീവനക്കാരൻ്റെ ആർജിതാവധി അക്കൗണ്ടിൽ ഉണ്ടാകാവുന്ന പരമാവധി അവധിയുടെ എണ്ണം കണക്കാക്കുക. ജോലിയിൽ പ്രവേശിച്ച തീയതി 1/1/2018 പൂർവാഹനം. ഉത്തരം 50 ദിവസവും 11ൽ 2 ഭാഗവും. പൊതു താൽപ്പര്യത്തിന്മേൽ അയൽ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനത്തിന് വെളിയിലുള്ള യാത്രകൾ നടത്തുന്നതിന് വകുപ്പ് തലവന്മാരും ജില്ലാ കളക്ടർമാരും ക്ഷമതയുള്ളവരായിരിക്കുന്നതാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഉത്തരം റൂൾ 47 പാർട്ട് 2 KSR. താഴെ കൊടുത്തിരിക്കുന്ന അവധികളിൽ ഏതാണ് പ്രൊബേഷൻ അയോഗ്യ സേവനകാലം? ഉത്തരം ഇവയൊന്നുമല്ല. സ്ഥിരമോ താൽക്കാലികമോ ആയി പെൻഷൻ തുക പൂർണ്ണമായോ ഭാഗികമായോ തടഞ്ഞു വയ്ക്കുന്നതിന് അധികാരപ്പെട്ടത്? ഉത്തരം ഗവൺമെൻറ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.